ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാബ്സ് വേൾഡ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ട്രിഫ്ലെച്ചസ് കേക്കാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിൽ തേച്ച് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു ക്ലീൻ ബൗൾ എടുക്കണം. ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. എന്നിട്ട് ഒരു അരിപ്പ വയ്ക്കണം. അതിലേക്ക് 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായി 3 പ്രാവശ്യം അരിച്ചെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഈ സമയത്ത് നമ്മുടെ ഓവൻ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കണം. അടുത്തതായി ഒരു ക്ലീൻ ബൗൾ എടുക്കണം. അതിലേക്ക് 2 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. നന്നായി ബീറ്റ് ആയതിനു ശേഷം 1/2 കപ്പ് പൗഡർ ഷുഗർ കുറേശ്ശെയായിട്ട് അതിലേക്ക് ഇട്ട് ബീറ്റ് ചെയ്യണം. കുറച്ചായിട്ട് ഇടാൻ പാടുള്ളൂ. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിച്ചിട്ട് കുറച്ച് നേരം ബീറ്റ് ചെയ്യണം. അധികം ടൈം ബീറ്റ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് 1/4 കപ്പ് പാൽ കൂടി ഒഴിച്ചിട്ട് ഒന്ന് പയ്യെ ബീറ്റ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. മിക്സിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ബൗളിലേക്ക് എഗ്ഗിൻ്റെ ബാറ്റർ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദയുടെ ഫ്ലോർ കുറച്ചായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു ഡയറക്ഷനിലായിട്ട് മാത്രമേ ഫോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ഓവർ മിക്സിങ് ആവാനും പാടില്ല. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ടിന്നിലേക്ക് എല്ലാ ബാറ്ററും ഒഴിച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ഓവനിലേക്ക് 160 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. അതിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കണം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ കേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മിൽക്ക് മെയ്ഡ് 1/2 കപ്പ്, ഫ്രഷ് ക്രീം, ഞാൻ എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് 1/2 കപ്പ്, എന്നിട്ട് പാൽ 1/2 കപ്പ്, മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കി വയ്ക്കണം. എന്നിട്ട് നമുക്ക് കേക്ക് എടുത്തിട്ട് അതിലൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പയ്യെ കുത്തി കൊടുക്കണം. മിൽക്ക് മെയ്ഡും പാലും ഫ്രഷ് ക്രീമും കൂടി മിക്സ് ചെയ്തത് ഞാൻ ഈ ഒരു ബോട്ടിലാക്കിയിട്ടാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ബോട്ടിലില്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിലായാലും എടുത്ത് ഒഴിച്ചാൽ മതി. പിന്നെ ഈ ബോട്ടിലിൻ്റെ ഫുൾ ഒഴിക്കരുത്, ഒരു 3/4 ഭാഗം ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഈ കേക്ക് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇനി നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിവോയുടെ വിപ്പിംഗ് ക്രീമാണ്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് എടുക്കും നന്നായിട്ട് ബീറ്റായി വരാനായിട്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. സ്പീഡ് ലോയിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ആക്കിയിട്ട് ബീറ്റാക്കി വരണം. ഇതുപോലെ ലെയറായിട്ട് ഫോം ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് ബീറ്റ് ആവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് നമ്മൾ നല്ല ബീറ്റ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ 3 മിൽക്ക് മിക്സ് വീണ്ടും അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്കിനി കേക്കിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു സിമ്പിൾ ഡിസൈനാണ് ചെയ്യുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന നോസിൽ നൂർ 46 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് എങ്ങനെ വേണമെങ്കിലും വരക്കാവുന്നതേ ഉള്ളൂ. ഫുൾ ഈ ഡിസൈൻ തന്നെയാണ് ഞാൻ വരക്കുന്നത്. ഞാനിവിടെ ഷുഗർ സ്പ്രിങ്കിൾസ് കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് എൻ്റെ ബാൽക്കണി ഗാർഡനിലുണ്ടായ റോസിൻ്റെ പെറ്റൽസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്.
അങ്ങനെ നല്ല ടേസ്റ്റിയായ ഡ്രസ്ലെച്ചസ് കേക്ക് റെഡിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.